ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബോൺ സൂപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ സൂപ്പ്? എങ്ങനെയാണ് ഈ ഹെൽത്തിയായ സൂപ്പ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ്റെ എല്ലാമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. തീരെ എല്ലല്ല കേട്ടോ, ഇതിൽ കുറച്ച് മാംസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പ് കുടിക്കുമ്പോൾ ചിക്കൻ്റെ പീസുകളൊക്കെ കടിക്കാനായിട്ട് കിട്ടും. എനിക്കിവിടെ കടയിൽ നിന്ന് ഇതുപോലെ തന്നെയാണ് വെട്ടി കിട്ടിയത്. ഇനി ഈ എല്ലൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എല്ല് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. ഇനി സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൂടുതലും വെള്ളം ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പകുതി ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് സൂപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സൂപ്പ് തയ്യാറാക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ എല്ലും കഷ്ണങ്ങളും അതുപോലെ ഈ സ്റ്റോക്കും ഒക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലും സ്റ്റോക്കുമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് കളയാൻ പാടില്ല, ഇതാണ് നമ്മുടെ സൂപ്പിന് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്ക് സൂപ്പ് തയ്യാറാക്കാം. പാൻ ചൂടാവുമ്പോൾ ഞാനതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എല്ല് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ല് കഷ്ണങ്ങളോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ എല്ലൊക്കെ ഈ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലൊക്കെ ഏകദേശം ഫ്രൈ ആയി കിട്ടുമ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള തീരെ പൊടിയായിട്ട് തന്നെ അരിയാൻ നോക്കുക. സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് സ്റ്റോക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ സൂപ്പിന് തിക്നെസ് കൂട്ടാനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ സൂപ്പിൻ്റെ പരുവം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കുറച്ച് കൊഴുത്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പരുവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലും വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് ചേർക്കുന്നത്. ഞാൻ 1 പിടിയോളം മല്ലിയില ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ബോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.